ലഞ്ചൊക്കെ കഴിച്ചോ? ഇതാ ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതാ നോക്കിയേ, എന്തൊക്കെയാന്ന് നോക്കിയേ. ഇതാ എന്തൊക്കെയാന്ന് വെച്ചാൽ ചോറ്, ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എത്ര മെഴുക്ക് പുരട്ടി വെച്ചാലും തികയാത്ത ഒന്നാണ് ഈ ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ഒരു ഫേവറേറ്റാണ്. പിന്നെ ഇത് നോയമ്പുള്ളവർ ഇങ്ങോട്ട് നോക്കുകയേ വേണ്ട. എന്താണെന്ന് വെച്ചാൽ പോർക്ക് ഉലർത്തിയത്, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മമ്മി ഇതിങ്ങനെ ഉലർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ലേശം വിനീഗറും കൂടെ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പം ഒരു വേറെ ഒരു ലെവലായി മാറി അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇവിടെ മൈ ഫേവറേറ്റ് മുളക് പൊട്ടിച്ചത്, അതെപ്പോഴും ഫ്രിഡ്ജിൽ കാണും. കപ്പയ്ക്കോ അല്ലെങ്കിൽ എന്നാ ഏത്തയ്ക്ക പുഴുങ്ങിയതിനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഫ്രിഡ്ജിൽ ബാലൻസ് കാണുമേ, അത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ ചോറിൻ്റെ കൂടെ ചിപ്സ് കഴിക്കാൻ? ചിലരുണ്ട് ചോറിൻ്റെ കൂടെ മിക്സ്ചർ കഴിക്കുന്നത്. ഇവിടെ എൻ്റെ കാത്തിക്കുട്ടി ഉണ്ടല്ലോ, ചോറ് കഴിക്കുമ്പം ഒന്നെങ്കിൽ ബനാന ചിപ്സ് അല്ലെങ്കിൽ ഈ ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. ഇപ്പോൾ ഉണ്ടല്ലോ ഈ ചക്കയുപ്പേരിയ, കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടേ. അപ്പം എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ ചിപ്സ് കൂട്ടി ചോറിനാൻ. അപ്പം എന്താ നോക്കിയേ, മുളക് പൊട്ടിച്ചതിന് നല്ല എരിവാ കേട്ടോ. അതും ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ പോർക്ക് സൂപ്പറാട്ടോ. ഇങ്ങനെ പോർക്ക് ഫ്രൈ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ലേശം വിനീഗർ ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ്. ഒത്തിരി ഒഴിക്കല്ലേ, ഇച്ചിരി. സബോളയൊക്കെ ഒരുപാട് വഴറ്റിയിട്ടില്ല. അപ്പം